നല്ല പ്രതീക്ഷയുള്ളൊരു പ്രദേശമാണ് ചിന്തമംഗലം. പേര് പോലെ തന്നെയാണ്. അവർ ഓരോ ചുവട് വെക്കുമ്പോഴും നല്ലോണം ആലോചിക്കും, നല്ലോണം ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ കൊയ്ത്തിൻ്റെ കാര്യത്തിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊയ്ത്തല്ല കേട്ടോ, തല കൊയ്യുന്ന കാര്യത്തിൽ അവർ ചിന്തിക്കുകയില്ല. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലമൊരു പിടി മണ്ണല്ല ജന. എന്റെ ഉണ്ണി, നീ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടന്നോ? ഇലക്ഷൻ കഴിയുമ്പോ അവന്മാരെല്ലാം എന്റെ കാലിലോട്ട് കരഞ്ഞോണ്ട് വന്ന് കിടക്കും. ഈ ചിന്തമംഗലം ഞാനിങ്ങ് എടുക്കുക. അയ്യോ, എന്റെ പോസ്റ്റർ ഇത് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നാളാ. ഏത് ഇതിന്റെ തന്ത ഉണ്ടോ? എന്നാ ഞാനങ്ങോട്ട്. ഓ, ഞാൻ മറന്നു, അപ്പുറത്ത് ഒട്ടിക്കണ്ട. ഇതെന്റെ അല്ല, നല്ല പശയാ, കൊണ്ട് ഒട്ടിച്ചു. എന്റെ ജീവിതം മിക്കവാറും ഇങ്ങനെ ബാനർ കെട്ടിച്ചീറ്റും. എന്താ? കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട കുട്ടി ഏകദേശം സെറ്റായതാ. അപ്പോഴേക്ക് ഏതോ ഒരു തെണ്ടി പറഞ്ഞെടുത്ത് ഞാൻ മര്യാദയ്ക്ക് പണിക്ക് പോയില്ലാന്ന്. സത്യല്ലേ? നീയാണോ പറഞ്ഞെടുത്തത്? അത് പറഞ്ഞുകൊടുത്ത ഞാനല്ല, പക്ഷെ എൻ്റെ വീട് പണി തീർത്തില്ലെങ്കിൽ അടുത്ത കല്യാണം ഞാൻ മുടക്കും. കമ്പി സിമെന്റും മെറ്റലും പൂഴിയൊന്നും ഇല്ലാണ്ട് പച്ചവെള്ളം കൊണ്ട് വീടുണ്ടാക്കാൻ ഞാൻ പഠിച്ചില്ല. നീ അത് പറയണ്ട, എൻ്റെ ചിട്ടി ശരിയായി. ഗിരിയെ, മാഷിക്ക് ചിട്ടി കിട്ടിയെന്ന് ആണാ? അപ്പൊ വീട് പണി നമ്മൾ തകർക്കും. ആ വീടുന്നല്ലേ? എന്നാ പോവല്ലേ? പോവാ. അപ്പൊ ഒന്നും ഉറക്കല്ലേ? വണ്ടി എടുത്തു. വണ്ടി റെഡി. എന്താ വിളി വരാത്തെന്ന് ഞാൻ അപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ. ഈ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ അയ്യോ, ആ കൈ തൊടരുത്, വലിയ വേദനയാ. വേറെ എവിടെയെങ്കിലും വേദനയുണ്ടോ? വേറെ കാലിന് ഇവിടെ ഞെരിയാണീനടുത്ത് ഒരു വേദന. കൈകുത്തി വീണെന്നല്ലേ പറഞ്ഞേ? കൈകുത്തി വീണോ കാലുകുത്തി വീണോ ഞാൻ തീരുമാനിക്കും. ഞാൻ എന്റെ പണി നോക്കി പോടാ. നീ തന്നെ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റില്ല. എടാ, എന്നാ ഞാനും. എന്നിട്ട് അമ്മക്ക് വേറെ എവിടെയൊക്കെ പ്രശ്നം? കൈ എങ്ങനെയാക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ. എന്തിനാ അങ്ങനെ ആക്കുന്നത്? എലക്ഷൻ അല്ലേ, നമ്മളെ പാർട്ടി ജയിച്ച അങ്കിലാബ് വിളിക്കണ്ടേ? ഓ, അത് തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, വേറെ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുമെന്നുള്ളൂ. എന്നാ മൊത്തമായിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കാം. കയ്യിന്റെ എടുക്കുമ്പോ കാലിന് പോകുന്നെടുക്കണേ. നല്ല അടിയൊഴുക്കുണ്ട്. 100 വോട്ട് മറിക്കാൻ പറ്റിയ പുല്ല് പോലെ നമ്മൾ ഈ വാർഡ് പിടിക്കും. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരിക്കലങ്ങ് ഒഴുകി പോകാണ്ടിരുന്നാ മതി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. 4-ാം നമ്പർ ബൂത്തിലേ നമുക്ക് കുറച്ചെങ്കിലും സ്വാധീനമുള്ളൂ. ആടെ നമ്മൾ പരമാവധി കള്ളവോട്ട് ചെയ്യണം. എല്ലാവരോടും അത് പറഞ്ഞു ശരിയാ. പിന്നെ നമ്മൾ കൊടുത്ത ബിരിയാണി നിന്ന് നാട്ടുകാർ വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിക്കുമ്പോ നമ്മളൊന്നും മറന്നു വരെ. ചേട്ടാ, ഞാൻ ജയിച്ചാ നമ്മളല്ലാടെ ഭരിക്കാൻ പോകുന്നു. നമുക്ക് വേണ്ടിട്ടല്ലേ ഇത്. എന്തെന്നാണ് ഇങ്ങനെ പറയുന്നു? ഇക്കൊല്ലെങ്കിലും ഒന്ന് ജയിച്ചു പോയാൽ മതി. ചന്ദ്രന്റെ പോസ്റ്ററൊക്കെ ഒന്ന് വേമ്പേ ഒട്ടിക്ക്. ശരിക്കോട്ടിക്കട ചുളിയാണ്ട് എന്റെ മുഖം കാണിട്ട്. നമ്മളെ ഫോട്ടോഷോപ്പിന്റെ മുന്നിൽ കാണാണ്ടില്ലേ? 1-2 കിലോ പ്ലാസ്റ്റർ പാരിസും കൂടി വീട്ടിലേക്ക് വാങ്ങിക്കോ. അതെന്തിനാ? അല്ല, ഇനി കയ്യോ കാലോ പൊട്ടുമ്പോ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റർ ഇടാലോ. ഷാരം ഇപ്പൊ എന്തിനും നട്ടപ്പാരൊക്കെ എന്റെ മുകളിൽ വലിഞ്ഞേറാൻ പോയേ? ആ നട്ടപ്പാതിരക്ക് ഓരോ നട്ടപ്രാന്തല്ലാണ്ട് എന്താ? ഗിരിയെ, ഈ അവനെ വണ്ടി നിറക്കി വിടുന്നുണ്ടോ? ഒന്ന് അടങ്ങ് മിസ്സസ് കോമ്രേ. എന്റെ മോളെ ഇനി കേക്കണം. എലക്ഷനൊക്കെ അല്ലേ, പഴയ ഒരു കൊടിയുണ്ട് പാർട്ടീൻ്റെത്, നമ്മളെ വീട്ടിന്റെ തട്ടും പുറത്ത്. അതെടുത്ത് നിങ്ങൾക്ക് തരാലോ എന്ന് വിചാരിച്ച് ഞാൻ കേറി പോയതല്ലേ. ഞാൻ പണിയെടുക്കുന്ന വീടിന്റെ അടുത്തൊരു അമ്മൂമ്മണ്ട്. മൂപ്പത്തേക്ക് മാങ്ങ തിന്നണം തോന്നുമ്പോ അപ്പം മാവിന്റെ മോള് വലിഞ്ഞു കയറും. അതാണ് പണ്ടത്തെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഇനി നീ ആവശ്യമില്ലാത്ത മോട്ടിവേഷനും കൂടെ കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ എന്താടാ ഇനക്കെന്താന്ന്? എടാ, നീ അവനെ വണ്ടി നിറക്കി വിടുന്നുണ്ടോ? ഇപ്പൊ വേറെ എവിടെയെങ്കിലും വേദന ഉണ്ടോ? ഓ എന്റെ മോളെ, ഒന്നും പറയണ്ടേ, ഏടല്ലോ വേദന ഉണ്ട്. നമുക്കൊന്നേ സ്കാൻ ചെയ്യാൻ പോണം നാളെ. ഒരു സ്കാനിങ് മെഷീനും കൂടി വാങ്ങി വെച്ചോ. അല്ലടോ, നാളെ കൂത്തുപറമ്പൊന്നുള്ളോട് മിഷൻ കല്ല് വരാണ്ട് ക്യാൻസൽ ആക്കണോ? വേണ്ടല്ലേ? നമ്മൾ എത്ര സഖാക്കന്മാർ ഒളിച്ചു കഴിഞ്ഞ സ്ഥലം അത്. എലക്ഷൻ തുടങ്ങിയാ എനിക്ക് കേളപ്പെടുന്ന ഉറക്കില്ല. തട്ടും പുറത്ത് കഥയും തമാശയും എല്ലാം കൂടിയായി ഞങ്ങൾ അങ്ങനെ കൂടും. ആ തട്ടുംപറ ആദ്യം പൊളിച്ചു ഒഴിവാക്കേണ്ടി വരും. എലക്ഷൻ ഇനിയും വരും.
ദിനേശ എനിക്ക് നിന്റെ ഡ്രസ്സ് ഇങ്ങോട്ട് ഊരി തന്നേ. നിനക്ക് വേറെ എന്തെങ്കിലും തിരുമ്പാണ്ടോ? സ്കൂളിലേക്ക് ഇടാനുള്ള ഷർട്ട് ഞാൻ തേച്ചിട്ട് മേശന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ദൂരത്താ അവിടെ തേങ്ങ വലിക്കാൻ ആള് വന്നിട്ടുണ്ട്. തിരുമ്പല് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നീക്ക് ചെക്കാ എന്താന്ന് പരിപാടിയാണ്. സ്വപ്നമായിരുന്നു എന്റെ ജീവിതം. എന്തായാലും ഇങ്ങനെ നശിച്ചു. ഞാൻ എന്റെ സ്വപ്നത്തിലെങ്കിലും മര്യാദക്ക് ജീവിക്കട്ടെ. ഇങ്ങനെ ഓരോ വേണ്ടാത്ത സ്വപ്നം കണ്ടിട്ടാ നിന്റെ അച്ഛൻ നേരത്തെ മേലേക്ക് പോയത്. അങ്ങേരുണ്ടാക്കി വെച്ച കട നീ അടുത്ത കാലത്തല്ലേ വീട്ടിൽ തീർത്ത്. എന്റെ പാവ അച്ഛൻ. അല്ല കുറച്ചാളും കൂടെ എനിക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അതെ, അനക്കിന്ന് സ്കൂളിൽ പോവാല്ലേ? എന്താ ഡേറ്റ്? 13-ാം തീയതി. 13-ാം തീയതിയാ? ആ 13 തിങ്കളാഴ്ച. ഒരു തേങ്ങ അങ്ങോട്ട് തീർച്ചിട്ടുണ്ട് മോളെ, അതും എടുത്തോ. പത്ത് മണിക്ക് കഴിക്കാൻ ഞാൻ 2 ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടാ. വയ്യന്നെ നടന്നാലല്ലേ എന്നെ കിട്ടൂ. ആകെ ഞാനൊരു കേട്ടക്കാരുണ്ട്. 100 അടുത്ത് ഞാൻ നിൽക്കുന്നു. എന്തെന്നാ പണിക്കാരിന്ന് വരുമോ മോനെ? ഇന്നുണ്ടാവില്ല അമ്മ, നാളെ ആയിരിക്കും ചിലപ്പോ. ഓ നാളെ ഉള്ളൂ. ഈ നാട്ടിൽ അത് അങ്ങോട്ടേക്ക് ഭക്ഷണം വേണമെങ്കിൽ പറയാം. ഇത്ര പവർ. അമ്മേ എപ്പോ തുടങ്ങിയതാ? എന്തെങ്കിലും ഒന്ന് വന്ന് കഴിച്ചൂടെ? ഞോള വക കഴിപ്പിക്കേ. ഒരു സർവീസ് ഇപ്പൊ കഴിഞ്ഞല്ലോ. ഒന്ന് അവിടെ എവിടെയെങ്കിലും വെറുതെ ഇരുന്നൂടെ? എന്റെ പാട് നോക്കി പോടാ. എന്റെ 10 രൂപ ചാക്കിന്റെ പൈസ അക്കായിൽ കെട്ടി തൂക്കിയേക്കുന്നത്. ഓന്റെ 20 ആരോടാ പറയുന്ന മോനെ? പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അനുസരിക്കണ്ടേ? നല്ല ടീമാ എല്ലാവരും. എന്റെ കയ്യിൽ എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുക അടുത്ത പരിപാടി ഒപ്പിക്കാൻ. അതിന് എന്റെ ക്ഷേമ പെൻഷൻ അല്ലടാ വാങ്ങുന്നത്. അതെ, ആശുപത്രി ചെലവ് കഴിഞ്ഞ് ബാക്കി ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അത് പ്രായം വിളിച്ചു പറയുന്ന യുവാ നോക്ക്. കേട്ടോ വന്നിട്ടാണേ. കൂലിന്റെ കാര്യല്ലേ, അത് കുഴപ്പമില്ലടാ. കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് കണക്കാക്കി ഞാൻ തേങ്ങ എടുത്തിന്. മോനെ ഈ പോയി വരുമ്പത്തിന് വെറ്റിലയും പുകയിലും കൊണ്ടുവരണേ. ഒക്കെ തീർന്നില്ല. ഓക്കെ. ഇതിന്റെ മുകളിൽ കയറി ഉണ്ടായിരുന്നില്ല. അതെന്താ അതിനത്? ഈ മലി ഞാൻ കേറിയാന്നല്ലോ. അല്ല, എൻ്റെ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് തേങ്ങയ്ക്ക് സ്ഥലം മാറിയായിരിക്കും. ഓറ് വരുന്നുണ്ട്. നവീനേ, ഇതൊന്ന് ശരിയാക്കി വെക്കണേ. ദിനേശ് സെക്കൻഡേ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അദാലത്ത് നടന്നേ. നിങ്ങൾ അടയ്ക്കാണ്ട് കൂടിയിട്ട് എത്രയായത്? ടെൻഷൻ അടിക്കണ്ട, എന്നാൽ വേഗം പൈസ എടുത്തോളൂ. ബിനോയെ ഒരു 13 ലക്ഷം റുപ്യ വരാനുണ്ട്. നീ പോകൂലേ? ശരി. ദിനേശ, നിന്റെ ലോണൊക്കെ ഞാൻ പാസ്സാക്കിയതാ. പക്ഷേ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തപ്പോൾ ഒരു ഒബ്ജക്ഷൻ. എന്ത് ഒബ്ജക്ഷൻ? അതായത് ചേക്കൂട്ടിന്റെ പേരിലാണല്ലോ എൻ്റെ സ്ഥലം ഉള്ളത്. പക്ഷേ നിനക്ക് സ്ഥലം തന്നത് ദാമോദരനാണല്ലോ. അല്ല, ഈ ചേക്കുട്ടിയുടെ മോനാണ്. അതെ, എനിക്കറിയാം. ഈ അനന്തരാവകാശിയാണ് ദാമോദരൻ തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നാണ് വക്കീൽ എഴുതിയത്. ഒരു കാര്യം ചെയ്യും, നിന്റെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അതെ, സഹകരണ വകുപ്പിൽ അഴിമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അത് എടുക്കാണ്ട് പറ്റില്ല. എന്തായാലും ശരിയാക്കാം. എൻ്റെ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമുക്ക് ശരിയാക്കാം. പോട് 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 പോട്. ആയിക്കോട്ടെ. പാർട്ടീൻ്റെ വെങ്കാന്ന് വിചാരിച്ചത് കൈ നിർത്തി കൊടുക്കാൻ പറ്റുമോ? എന്നായത് രാമ ഡോ ഇതാ സൊസൈറ്റിയിൽ കൊടുക്കുക. ശരി സാർ. എന്തേ രജിസ്റ്റർ. ടീച്ചർ എന്തിനാ എന്നോട് പണങ്ങി നടക്കുന്നത്? ഞാൻ ടീച്ചറോട് ഒരു കാര്യം ചോദിച്ചു, ടീച്ചർ അതെനിക്ക് തന്നില്ല. അപ്പം കിട്ടാത്ത ഞാനല്ലേ പണങ്ങേണ്ടത് അല്ലേ? ആ ദിനേശ ഇരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഞാനെന്താ കുറുക്കല്ലാണ്ട് കുറ്റി അഴിച്ചിരിക്കുക. ഇത് പിടിക്ക്, നീ വരണേ. എൻ്റെ ഞാൻ വലിയൊരു എമൗണ്ടാണ് പ്രതീക്ഷിക്കണേ. നന്നായി. ഞാൻ തന്നെ ആ ലോൺ കിട്ടാനായിട്ട് വീട് പണി നിർത്തി വെച്ചിരിക്കുക. നിങ്ങളൊരു കുറുക്കല്യാണം. മാഷിന് എൻ്റെ ഈ ജോലി ഒന്ന് സ്ഥിരാക്കി തന്നൂടെ?
പിന്നെ ആ പെൻഡിങ് സാലറിയും കൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് ആ വീട് പണി രണ്ടാമത് തുടങ്ങാം. സാറിന് എന്തെങ്കിലും കമ്മീഷൻ വേണം, ഞാൻ ശരിയാക്കി തരാം. എടോ ഞാനിവിടുന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീരുമാനം ഉണ്ടാവുന്നത് തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നാണ്. നമ്മുടെ സ്കൂള് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളല്ലേ, താൻ ആ വഴിക്കൊന്ന് ശ്രമിക്കേ. പക്ഷെ പിന്നെ വൈകുന്നേരം എനിക്കൊരു ചെറിയ പരിപാടി കവലയിലുണ്ട്. ഇപ്പം ഞാൻ ഒന്ന് നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, തെരുവ് നാടകം, പെണ്ണ് കാണല്, വീട് പണി. ദിനേശ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലാസ്സിൽ കയറിയാൽ നന്നാവൂട്ടാ. നാളെ എന്തായാലും ഞാൻ വരാം സാർ. ബാഗ് എടുക്കട്ടെ. ഒരു 250 കോട്ടപ്പയർ. ലെനിൻ്റെയും മാക്സിൻ്റെയും പാതയിൽ ജീവിക്കുന്ന അടിയുറച്ച സഖാവിന് അതേ പാത പിന്തുടരുന്ന യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ അർജൻറ്റായി ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ. ഈ അർജൻറ്റായിട്ട് എന്നുള്ളത് വേണോ? എടോ എനിക്ക് അർജൻറ്റായിട്ടൊരു കല്യാണം വേണോ, പറയുന്നതാണ് ചെയ്താൽ മതി. എന്നാൽ അതിൻ്റെ കൂടെ പാർട്ടീൻ്റെ ചിഹ്നം കൂടി എടോ ഞാൻ കുറച്ച് സിംപിൾസിറ്റി അവതരിക്കുന്നത്, ഞാൻ പറഞ്ഞതിന്റെ പോലെ ചെയ്താൽ മതി. ഇതെന്താടാ ഇത്? ഇത് ഇന്നലെ ചെറിയൊരു നോർത്ത് കൊറിയൻ സാധനം പരീക്ഷിച്ച ചേച്ചി. നോർത്ത് കൊറിയൻ സാധനം വേറെ എന്തെങ്കിലും കയ്യിലുണ്ടാ? ഒന്നുമില്ല ചേച്ചി. പിന്നെന്താ പോക്കറ്റിലെന്താ? പോക്കറ്റിലെന്താ? കൈ മാറ്റടാ. ഇതെന്താടാ ഇത്? അതൊരു ഓലപ്പടക്കല്ലേ ചേച്ചി. കരച്ചിൽ നിർത്തടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇമാരി പൊട്ടണ സാധനം കൊണ്ട് ഇതിനകത്ത് കയറായിരുന്നു. പറഞ്ഞിട്ടുണ്ടോ? പോടാ, പോയി കളഞ്ഞിട്ട് പോടാ. പോടാ, പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കേരളകുമാരന്റെ ബ്രാക്കറ്റിൽ കേക്കേന്ന് ഇത്. ഇങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്.